ഓക്കെ. അപ്പോൾ നമുക്കറിയാം മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടില് കോവിഡിന്റെ ഇഷ്യൂസ് ഒക്കെ വളരെ വർദ്ധിച്ചു വരികയാണ്. സോ ഐ ഹോപ്പ് യു ആർ സേഫ് ആൻഡ് സ്റ്റേ സേഫ് ആൻഡ് ലെറ്റ് അതേഴ്സ് ബി സേഫ്. നമുക്കിതിൽ ചെയ്യാവുന്ന എന്താണ്? നമ്മൾ വീട്ടിലിരിക്കുക എന്നുള്ളത് മാത്രമാണ്. മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ പത്രത്തിൽ ഡെയിലി കാണുന്നുണ്ടാവും. വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് അത്തരം പ്രയാസങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ലെറ്റ് us start. നിങ്ങളുടെ എക്സാമിന്റെ മുന്നേ എത്രത്തോളം ഫിസിക്കൽ ക്ലാസ് നടത്താൻ കഴിയുമെന്നുള്ളത് വളരെയധികം ആശങ്കയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഓൺലൈൻ രീതിയിൽ തന്നെ ഉള്ള കിട്ടിയ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തണം. എക്സാമിന്റെ മുൻപ് എത്രത്തോളം അത്തരം ക്ലാസ്സുകൾ നടത്താൻ ഇനി സമയം കിട്ടുമെന്ന് അറിയില്ല. സോ ബി കെയർഫുൾ. ഓക്കെ, സോ അഗൈൻ വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസർവേറ്റീവ് ഫോഴ്സുകളെ കുറിച്ചായിട്ട്. നമ്മൾ വർക്ക്, എനർജി, പവർ എന്നുള്ള ചാപ്റ്ററിൽ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ആണ് ലാസ്റ്റ് പറഞ്ഞത്. ഇന്റഗ്രേഷൻ മെത്തേഡൊക്കെ നിങ്ങൾക്ക് അതിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. വേരിയബിൾ ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് എങ്ങനെ കണ്ടെത്താം, ആൻഡ് ദി വർക്ക് കൈനറ്റിക് എനർജി തിയറം ആൻഡ് ഇറ്റ്സ് പ്രൂഫ് ഫോർ ദി മോസ്റ്റ് ജനറൽ കേസ്, അത് നമ്മൾ ചെയ്തു. അതിനുശേഷം ഞാൻ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. അവിടെ മുതലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ് എന്ന് ബേസിക് ആയിട്ട് അന്ന് പറഞ്ഞു വെച്ചു. കൺസർവേറ്റീവ് ഫോഴ്സ് മീൻസ് ഫോഴ്സ് in which the work done by the force is independent of the path. ഫോഴ്സ് വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ഫോഴ്സുകളെ നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. എന്തുകൊണ്ട് ആ പേര് വന്നു, എന്തുകൊണ്ട് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ, അത്തരം ഫോഴ്സുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ ആ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ട എനർജി അവിടെ ഏത് ഒബ്ജക്റ്റിലാണോ അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലാണോ നമ്മൾ ആ വർക്ക് ചെയ്യുന്നത്, ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോ അത് കൺസർവേറ്റീവ് ഫോഴ്സുകൾക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ അവിടെ അത്തരം കേസുകളിൽ എനർജി കൺസർവ്ഡ് ആണ്. അതുകൊണ്ടാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന പേര് കൊടുക്കാൻ കാരണം. അതിന്റെ കുറെ കൂടി വിശദാംശങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. അപ്പോൾ അത് ബേസിക് ആയിട്ട് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്നുള്ള ഒന്ന് റിഫ്രഷ് ചെയ്താണ്. നൗ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. സോ കൺസർവേറ്റീവ് ഫോഴ്സ് നിങ്ങളത് എഴുതിയിട്ടുണ്ടാവും നോട്ടിലേക്ക്, എന്നാലും ഒന്നും കൂടി പറയാം. കൺസർവേറ്റീവ് ഫോഴ്സ്, a force is conservative if the work done by the force in moving a particle is independent of the path taken by the particle. എന്ന് പറഞ്ഞാൽ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. എവിടെ നിന്ന് എങ്ങോട്ടാണ് നീക്കുന്നത്? വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഫ്രം ദിസ് പോയിന്റ് എ ടു പോയിന്റ് ബി. എയിൽ നിന്ന് ബിയിലേക്ക് വ്യത്യസ്ത വഴി പാത്തുകളിലൂടെ ഒരു പാർട്ടിക്കിളിനെ നമ്മൾക്ക് കൊണ്ടുപോകാം. സപ്പോസ് കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് റീജിയൻ. ഈ റീജിയനിലുള്ള ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ കൺസർവേറ്റീവ് ഫോഴ്സ് അനുഭവപ്പെടുന്ന പാർട്ടിക്കിളിനെ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണ്, മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് ആർ ദർ. ഒരുപാട് വഴികളുണ്ട്, പല പാത്ത് നമുക്ക് ചൂസ് ചെയ്യാം. അതിലുള്ള ഒരു 3 ഡിഫറെന്റ് പാത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്, മറ്റൊന്ന് ഈ പച്ച കളറുള്ള പാത്താണ്, ഒന്ന് ബ്ലൂ കളറുള്ള പാത്താണ്.
അപ്പോ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഇവിടെ ഈ റീജിയണിൽ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ എയിൽ ബിയിലും എയിലും, അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൽ അനുഭവപ്പെടുന്ന ബലം കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമാണെങ്കിൽ നമുക്ക് പറയാം the work done along this green path and work done along this straight line path and the work done along this blue path are all same. അതാണ് വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, നമ്മള് കൺസർവേറ്റീവ് ഫോഴ്സിന് ഒരു നല്ല എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. നമ്മളൊരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക, മുകളിലേക്ക് പൊക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം ഗ്രൗണ്ട് ലെവലിൽ നിന്നും എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ കേസിൽ എ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു പോയിന്റ് ആണ്, ബി എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലുള്ള ഒരു പോയിന്റ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പല വഴികളുണ്ട്. നമുക്ക് നേരെ എയിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ ബിയിലേക്ക്, അതായത് എച്ച് ഹൈറ്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ചെരിഞ്ഞ പാത്തിലൂടെ ആ ഹൈറ്റിലേക്ക് മുകളിലേക്ക് എത്തിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു കർവ്ഡ് പരാബോളിക് പാത്തിലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാത്സ് ആർ ദർ ടു ലിഫ്റ്റ് എ ബോഡി ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു എ ഹൈറ്റ് എച്ച്. അങ്ങനെ ഏത് വ്യത്യസ്ത പാത്തിലൂടെ ലിഫ്റ്റ് ചെയ്യാനും ആവശ്യമായ മിനിമം വർക്ക് ഡല, മിനിമം ഫോഴ്സ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഒന്നും ഇല്ലാതെയാണ് അവിടെ എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഡൺ, അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എത്തിച്ചോളൂ. അവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് ആയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ പ്രോസസ്സിൽ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ, ഗ്രൗണ്ടിലുള്ള ഒരു കല്ലെടുത്ത് എച്ച് ഉയരത്തിൽ എത്തിക്കാൻ നിങ്ങൾ ആ കല്ല് ലിഫ്റ്റ് ചെയ്യുന്നു. നേരെ സ്ട്രെയിറ്റ് ലൈനിൽ ലിഫ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേറൊരു പാത്തിലൂടെ ലിഫ്റ്റ് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു കർവ്ഡ് പാത്തിലൂടെ ലിഫ്റ്റ് ചെയ്യാം. പക്ഷെ എന്താണ് കാര്യം, ഒന്നാമത്തെ എവിടെ നിന്നാണ് ലിഫ്റ്റ് ചെയ്യുന്നത്? ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിൽ നിന്നും എച്ച് ഹൈറ്റിലുള്ള മറ്റൊരു പോയിന്റിലേക്കാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഏത് വ്യത്യസ്ത പാത്തിലൂടെ നിങ്ങൾ ആ പാർട്ടിക്കിളിനെ കൊണ്ടുപോയാലും ആ ഗ്രൗണ്ട് ലെവലിലുള്ള പോയിന്റിൽ നിന്നും അല്പം എച്ച് ഹൈറ്റിലുള്ള പോയിന്റിലേക്ക് ആ സ്റ്റോണിനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ എത്തിക്കുന്ന ആ പ്രോസസ്സിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക്, റിമെമ്പർ ദ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. ഏത് പാത്തിലൂടെ കൊണ്ടുപോയാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് അത് സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ. നമ്മളൊരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്ന കേസ് എപ്പോഴും നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സിലുള്ള വർക്കിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു ഈസി, സിമ്പിൾ ആൻഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ചില ഫോഴ്സ് അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിന് ചെയ്ത വർക്ക് നമ്മൾ കാണുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ എയറിന്റെ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ എയർ ഫ്രിക്ഷൻ ചെയ്ത വർക്ക്, എയർ റെസിസ്റ്റൻസ് പറയുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഈ ഒബ്ജക്റ്റ് നമ്മൾ മുകളിലേക്കൊക്കെ മൂവ് ചെയ്യുമ്പോൾ എയറിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, അപ്പൊ എയറുമായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ എയർ ഡ്രാഗ്, വിസ്കസ് ഡ്രാഗ് ഓഫ് ദി എയർ, അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഓഫ് ദി എയർ എന്നൊക്കെ പറയുന്ന ആ ഫോഴ്സ് ചെയ്ത വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലോങ്ങർ ദി പാത്ത് ഹയർ വിൽ ബി ദി വർക്ക് ഡൺ. അപ്പൊ അവിടെ വർക്ക് ഡൺ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത്. അതുകൊണ്ട് തന്നെ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തല്ല, കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല. പക്ഷേ ദി വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിനെ നമ്മൾ പൊതുവായിട്ട് ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് എന്ന് പറയും. കാരണം അവയിൽ എനർജി കൺസർവേഷൻ പാലിക്കപ്പെടുന്നില്ല. എനർജി കൺസർവേഷൻ പാലിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ എനർജി ഇൻ ഓൾ ഫോംസ് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് പാലിക്കപ്പെടും. അത് എല്ലായ്പ്പോഴും പാലിക്കപ്പെടുന്ന ഒന്നാണ്. ഇൻ നേച്ചർ, ഇൻ ദി യൂണിവേഴ്സ്, it is the golden law of physics that total energy is always conserved. The total energy of the universe, നമ്മളുടെ പ്രപഞ്ചത്തിന്റെ മൊത്തം എനർജി കൺസർവ്ഡ് ആണ്. അവിടെ നമ്മൾ ഏത് ഫോഴ്സ് ആയാലും എനർജി കൺസർവ്, ഏത് തരത്തിലുള്ള കേസിലായാലും എനർജി, ടോട്ടൽ എനർജി, അതായത് അവിടെ നമ്മൾ ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട എനർജി, സൗണ്ട് ആയിട്ട്, ഇങ്ങനെയൊക്കെ പരിഗണിക്കുമ്പോൾ കൺസർവ്ഡ്. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വർക്ക് ചെയ്തിട്ടുള്ള എനർജി കൺസർവേഷനിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി തന്നെ കൺസർവ്ഡ് ആണ്. അതാണ് അതിന്റെ ബ്യൂട്ടി. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്നത് എങ്കിൽ, ആ പാർട്ടിക്കിളിനെ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ
ആ പ്രോസസ്സിൽ the mechanical energy is conserved. The total mechanical energy is conserved. Total mechanical energy conserved ആണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ. കൺസർവേറ്റീവ് അല്ലാത്ത ഫോഴ്സ് പ്രസന്റ് ആണ്, അങ്ങനത്തെ ഒരു ഫോഴ്സ് ഉണ്ട് എങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആവില്ല. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താന്ന് മാത്രം ഇപ്പൊ എഴുതി വെക്കാം. ബാക്കി അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് അടുത്ത സ്ലൈഡിലൂടെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇവിടെ W1 ഈക്വൽ ടു W2 ഈക്വൽ ടു W3. മനസ്സിലായല്ലോ? ഇനി നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കൂ. നമ്മൾ ഈ എയിൽ നിന്ന്, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, the work done here depends only on the initial and final positions. എ എവിടെയാണ് ബി എവിടെയാണെന്നുള്ള ഈ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഏതൊക്കെയാണെന്നുള്ളതിനെ മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു. എ എന്നുള്ളത് ഇവിടെയും ബി ഇവിടെയും ആണെങ്കിൽ ഒരു വർക്ക് ഉണ്ടാവും. എ കുറെ കൂടി ഇപ്പുറത്തും ബി ഇവിടെയും ആണെങ്കിൽ വേറൊരു വർക്ക് ആയിരിക്കും. ദാറ്റ് ഇസ് ഷുവർ. പക്ഷെ ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് പോയിന്റ്സ് എ ആൻഡ് ബി, the work done is independent of the path which connects the points A and B. എയും ബിയും കണക്ട് ചെയ്യുന്ന പാത്ത് ഏതാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി വാട്ട് ഈസ് ഇനീഷ്യൽ പോയിന്റ് ഫ്രം വേർ ദി ഒബ്ജക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ടു വേർ ദി ഒബ്ജക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ്. ദാറ്റ് ഈസ് ദി ഓൺലി ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദി വർക്ക് ഡൺ. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഓക്കെ, ഇനി കൺസർവേറ്റീവ് ഫോഴ്സിന് ഞാൻ പറഞ്ഞു നല്ല എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മറ്റൊരു എക്സാമ്പിൾ ആണ് സ്പ്രിങ്ങിലുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ്. നമ്മളൊരു സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടിയാലോ കംപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലോ നമുക്ക് ആ ഒരു ബലം കൊടുക്കേണ്ടതായിട്ടുണ്ട്, എന്നാലേ അതാവുള്ളൂ. വെറുതെ സ്പ്രിങ് കംപ്രസോ ഇലോങ്ങേഷനോ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താണ്? സ്പ്രിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ വലിച്ചു നീട്ടാൻ ശ്രമിക്കുമ്പോൾ സ്പ്രിങ്ങിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അത് സ്പ്രിങ്ങിന്റെ സവിശേഷതയാണ്, വിച്ച് ഈസ് ആൻ ഇലാസ്റ്റിക് ഫോഴ്സ്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് ദി സ്പ്രിംഗ് ഫോഴ്സ് or restoring force in a spring. The proper physical word is the restoring force in a spring, and the short form is spring force. Short ആയിട്ട് പറയുമ്പോൾ spring force എന്ന് പറയാം. അത് സ്പ്രിങ് വലിച്ചു നീട്ടാൻ നോക്കിയാലും ചുരുക്കാൻ ശ്രമിച്ചാലും റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. എപ്പോഴും ആ ഫോഴ്സ് നമ്മൾ എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ എതിർക്കുന്ന രീതിയിലായി. നമ്മൾ വലിച്ചു നീട്ടാൻ ശ്രമിച്ചാൽ സ്പ്രിങ്ങിന്റെ നീളം കുറക്കുന്ന രീതിയിലായിരിക്കും ആ ഫോഴ്സ് അനുഭവപ്പെടുക. നമ്മൾ സ്പ്രിങ്ങിന്റെ നീളം കംപ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്പ്രിങ്ങിനെ നീട്ടാൻ ഉതകുന്ന രീതിയിലായിരിക്കും ആ ഫോഴ്സ് അനുഭവപ്പെടുക. നമുക്കത് അറിയാലോ, ആലോചിച്ചാൽ അറിയാലോ. നിങ്ങളൊരു സ്പ്രിങ്ങിനെ പ്രസ് ചെയ്യുന്ന കേസ് ചിന്തിച്ചു നോക്കും. അപ്പോൾ അവിടെ ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ദാറ്റ് റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് എക്സ്പെരിമെന്റലി ഫൗണ്ട് ടു ബി കൺസർവേറ്റീവ്. ദാറ്റ് റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. ഓക്കെ, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് നിങ്ങൾ അടുത്ത വർഷം പഠിക്കാനുള്ളതാണ്. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്റ്റീവ് ആയിട്ടും നെഗറ്റീവും അല്ലെങ്കിൽ പോസിറ്റീവും തമ്മിൽ റിപ്പൾസീവ് ആയിട്ടും വരുന്ന ഒരു ബലമുണ്ട്. വിച്ച് ഈസ് ഡ്യൂ ടു ദി പ്രോപ്പർട്ടി ഓഫ് ചാർജ്. Just like gravitational force is due to mass, electrostatic force is due to the property of charge. അടുത്ത വർഷം നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. അതാണ് മറ്റൊരു കൺസർവേറ്റീവ് ഫോഴ്സ്. അങ്ങനെ പല കൺസർവേറ്റീവ് ഫോഴ്സുകളുണ്ട്. ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷനും അതിന്റെ വകഭേദങ്ങളും. ഫ്രിക്ഷന്റെ മറ്റു വകഭേദങ്ങളാണ് ഈ പറഞ്ഞ എയർ ഡ്രാഗ്, വിസ്കസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മറ്റൊരു ഫോമുകളാണ്. അപ്പൊ ആ ഫ്രിക്ഷനിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു ഫോഴ്സുകളൊക്കെ തന്നെ നോൺ കൺസർവേറ്റീവ് ആർ നോട്ട് കൺസർവേറ്റീവ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. അവയെ ജനറലി ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് എന്നും പറയാറ്. So forces are two types, conservative forces and non-conservative forces. Examples ഓർത്തിരിക്കുക. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്നതും ഓർത്തിരിക്കുക. ഒന്നില് വർക്ക് ഡൺ ബൈ ഓൺ എ പാർട്ടിക്കിൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. ഇഫ് ദി വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത്, then the force is non-conservative. Okay. ഇനി ഇതിന്റെ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതൊന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ഒരു സ്ലൈഡായിട്ട് കാണിക്കാം. ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദി കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? അതിന് എക്സാമ്പിൾ ഒക്കെ എക്സാമിന് ചോദിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് ദി കൺസർവേറ്റീവ് ഫോഴ്സസ് നേരിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദി കമ്മിങ് ടോപ്പിക്. ഇനി വരുന്ന ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കാൻ ഇത് വളരെയധികം ആവശ്യമാണ്. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ കൺസെപ്ച്വലി നിങ്ങൾക്ക് ഈ പൊട്ടൻഷ്യൽ എനർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ തറവാകും. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത് അത്ര വലിയ വിഷയമൊന്നുമല്ല. പൊട്ടൻഷ്യൽ എനർജി mgh ആണെന്നും മറ്റത് ½ mv² ആണെന്നും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുൻപ് തന്നെ പഠിച്ചിട്ടുണ്ടാവും, കൈനറ്റിക് എനർജി. പക്ഷേ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് കൃത്യമായിട്ട് അതിന്റെ മാത്തമാറ്റിക്കൽ ഫൂട്ടിങ് എവിടെയാണ്, മാത്തമാറ്റിക്കലി അത് എവിടെ വരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ യു ഷുഡ് നോ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. അതിന്റെ ഫിസിക്സും കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കണം. ഓക്കെ, സോ ലെറ്റ് us discuss
what are the important properties of conservative forces? പലതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Then the first one and the most important is the work done is independent of path. വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എഴുതിയാൽ മതി, നിങ്ങൾ ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. ഇങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും അറിയാം. വർക്ക് ഡൺ, ആര് ചെയ്ത വർക്ക്? കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക്. ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്, ആരുടെ പാത്ത്? ഏത് ഒബ്ജക്റ്റിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന പാത്ത്. ഓക്കെ, അതാണ് അതിന്റെ എക്സ്പാൻഷൻ. സോ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. Then work done over closed path is zero. Work done is over a closed path is zero. ഇത് ആദ്യത്തതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പാർട്ടിക്കിളുടെ മൂവ് ചെയ്യിച്ചു അലോങ് സം പാത്ത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതെടുക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ മൂവ് ചെയ്യിച്ചു. ബിയിൽ നിന്ന് എയിലേക്ക് ഈ ബ്ലൂ കളറിന്റെ പാത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നു. വാട്ട് വിൽ ബി ദി ടോട്ടൽ വർക്ക് ഡൺ? Total work done will be zero. കാരണം finally the particle has not displaced. സെയിം ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ അത് എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് എന്നാ പറയുന്നത്. ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും ആണ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതാണല്ലോ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകത. അപ്പൊ എയിൽ നിന്ന് പല വഴി പോയി ബിയിലൂടെയൊക്കെ പോയി തിരിച്ച് എയിലാണ് തിരിച്ചെത്തിയാൽ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. So that means no work is done. In effect, no work is done. So അതാണ് പറയുന്നത് വർക്ക് ഡൺ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. ക്ലോസ്ഡ് പാത്ത് ആയി കഴിഞ്ഞാൽ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചു വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം കേസിൽ വർക്ക് ഡൺ സീറോ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് the work done is zero. This is possible only if the work done is independent of the path. വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കേസിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു ക്ലോസ്ഡ് പാത്ത് ചൂസ് ചെയ്താൽ അവിടെ വർക്ക് ഡൺ സീറോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് പ്രോപ്പർട്ടി. വർക്ക് ഡൺ ഓവർ എ ക്ലോസ്ഡ് പാത്ത് സീറോ, വിച്ച് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് നോട്ടിൽ ഉണ്ടായിരിക്കണം, അത് എഴുതണം. ഓക്കെ, ദി തേർഡ് വൺ, when the forces acting on a particle are conservative, work done against the forces gets stored as potential energy. Potential energy എന്താ നമ്മൾ കുറച്ചും കൂടി പറയൂ ഇനി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വന്നിട്ടുണ്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ നേരെ ആ ടേം അങ്ങോട്ട് ഉപയോഗിച്ചത്. സോ വെൻ ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ആർ കൺസർവേറ്റീവ്, ആ സെന്റൻസിലേക്ക് ശരിക്കും നോക്കൂ. എന്താണ് പറയുന്നത്? ഒരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട് അത് തന്നെ നമുക്ക് എടുക്കാം. എല്ലായിടത്തും ആ എക്സാമ്പിളും വെച്ച് മനസ്സിലാക്കിയാൽ തിങ്സ് ആർ വെരി ഈസി. അപ്പൊ അവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോണിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് തന്നെ ലിഫ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്ത ആ ലിഫ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്തൊരു വർക്ക് ഉണ്ട് അവിടെ. അത് നമ്മൾ ആർക്കെതിരെയാണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ ഫോഴ്സ് കൊടുക്കേണ്ടി വന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് അതിനെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എതിർക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ആ കല്ലിനെ മുകളിലേക്ക് പൊക്കാൻ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. മീൻസ് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഈ കല്ല് മുകളിലേക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നു. അപ്പൊ കല്ലിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, നമ്മൾ അതേ ഡയറക്ഷനിൽ ഫോഴ്സും അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് വി ആർ ഡൂയിങ് വർക്ക്. The person who is lifting that object is doing some work. ആ വർക്ക് ചെയ്യുന്നത് എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്? അഗെയിൻസ്റ്റ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കല്ലിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലിഫ്റ്റ് ചെയ്യുന്ന ഏജൻസി ആരാണോ ലിഫ്റ്റ് ചെയ്യുന്നത്, ആ ലിഫ്റ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് വർക്ക് ഗെറ്റ് സ്റ്റോർഡ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്ട് എർത്തിന്റെ സർഫസിൽ ഇരുന്നപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് അസ്യൂം ചെയ്തോളൂ. യൂഷ്വലി വി ടേക്ക് ഇറ്റ് ആസ് സീറോ. എർത്തിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ സീറോ ആയിട്ടാണ് അസ്യൂം ചെയ്യാണ്. അപ്പൊ അവിടെ സീറോ ആണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്തല്ലോ. ആൻഡ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പൊക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്ത വർക്ക്, ആ വർക്ക് ചെയ്യാൻ നമ്മളുടെ ശരീരം ചെലവഴിച്ച എനർജി ഉണ്ടാവും. ദാറ്റ് എനർജി വിൽ നോട്ട് ഗോ ലോസ്. ആ എനർജി നഷ്ടപ്പെടൂല. ആ എനർജി എന്തായിട്ട് മാറും? ആ കല്ലിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. നിങ്ങൾക്കറിയാം, എച്ച് ഹൈറ്റിലേക്കാണ് ആ കല്ലിനെ ഉയർത്തിയതെങ്കിൽ കല്ലിന്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ എത്ര വർധനവുണ്ടായിട്ടുണ്ട്? mgh എന്ന അളവ് വർദ്ധിച്ചിട്ടുണ്ട്.
ഒരു എച്ച് ഉയരത്തിൽ ഒരു കല്ലിന്റെ പൊട്ടൻഷ്യൽ എനർജി mgh ആണല്ലോ, നമുക്കറിയാം. എച്ച് ഹൈറ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. എം മാസ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് അതിന്റെ ഹൈറ്റ്. അപ്പൊ ഒരു കല്ലിന് മുകളിലേക്ക് പൊക്കുന്ന കേസിൽ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. വെൻ ദി ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദി പാർട്ടിക്കിൾ ആർ കൺസർവേറ്റീവ്, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദി ഫോഴ്സസ് ഗെറ്റ്സ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. Only for conservative force. That is very, very important. Only if the forces are conservative, you can have the notion of potential energy. Otherwise, there is no scope for a potential energy. കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടില്ല. എന്താണ് ഇങ്ങനെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടാലുള്ള സൗകര്യം? once you release that particle, that potential energy will get free as kinetic energy. നിങ്ങൾ ഈ ഉയരത്തിലുള്ള പാർട്ടിക്കിളിനെ ഫ്രീ ആക്കി താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണെങ്കിൽ ആ വീഴ്ചയിൽ അതിന്റെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. വീഴുമ്പോൾ അതിന് സ്പീഡ് കിട്ടുന്നുണ്ട്, താഴേക്ക് വരും തോറും അതിന്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. അപ്പൊ അവിടെ അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അത് നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഒരു എച്ച് ആയിട്ട് ഒരു ഒബ്ജക്ട് വീഴുമ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഓരോ സ്റ്റേറ്റിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണെന്നും വീഴുമ്പോൾ അടിയിലെത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി മാക്സിമം. ഏറ്റവും ടോപ്പിൽ എച്ച് ഹൈറ്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി 0, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ഇങ്ങനെയൊക്കെയുള്ള കേസ് നിങ്ങൾ മുമ്പേ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പറയുന്നത്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. if the forces acting on a body are all conservative forces, and if somebody do some work against that conservative forces, then that work may get stored as potential energy. അങ്ങനെ ആ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ച എനർജി എന്തായിട്ട് മാറും? ആ ഒബ്ജക്റ്റിന്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, ഇത് നമുക്ക് വളരെ ഉപകാരമുള്ള, വളരെയധികം ആവശ്യമുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ഇങ്ങനെ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ദീസ് ആർ ദി ത്രീ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സസ്. Okay, potential energy is basically the most simple definition is the energy possessed by a body by virtue of its position or configuration. Configuration or position. The energy possessed by a body by virtue of its position or configuration is called potential. ഒരു ഒബ്ജക്റ്റിന്റെ അതിന്റെ സ്ഥാനം കൊണ്ടോ അതിന്റെ പ്രത്യേകമായ ഒരു അവസ്ഥ കൊണ്ടോ, കോൺഫിഗറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പല രീതിയിൽ ഇത് വരാം. ഇപ്പൊ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നിങ്ങളൊരു സ്പ്രിങ്ങിനെ വലിച്ചു വെച്ചാൽ ആ സ്പ്രിങ് വലിച്ചു നീട്ടി എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ എനർജി. ഒരു കല്ലിനെ എടുത്ത് എച്ച് ഹൈറ്റിൽ വെച്ചാൽ അതിന്റെ പൊസിഷൻ കുറച്ച് ഉയരത്തിലേക്ക് വന്നു എന്നതുകൊണ്ട് ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ അങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു ഒബ്ജക്റ്റിന് പൊട്ടൻഷ്യൽ എനർജി ഒബ്ജക്റ്റിന് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഈസിലി ഇൻ ടു കൈനറ്റിക് എനർജി വെൻ ദി സിസ്റ്റം ഈസ് സെറ്റ് ഫ്രീ. കല്ലിനെ എച്ച് ഹൈറ്റിൽ തടഞ്ഞിരിക്കുന്ന എന്താണോ, ഏത് പ്രതലമാണോ അതിന് തടഞ്ഞിരിക്കുന്നത്, ആ പ്ലാറ്റ്ഫോം അങ്ങോട്ട് ഒഴിവാക്കിയാൽ അത് താഴേക്ക് വീഴും. ആ താഴേക്ക് വീഴുന്ന വീഴ്ചയിൽ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി, വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടി വെച്ച ആ ഫോഴ്സ്, ആ വലിച്ചു നീട്ടി വെച്ച ആ സംവിധാനം അങ്ങോട്ട് റിലീസ് ചെയ്താൽ സ്പ്രിങ് ചുരുങ്ങും. ആ ചുരുങ്ങുമ്പോൾ സ്പ്രിങ്ങിന്റെ പിന്നെ എൻഡിൽ അറ്റാച്ച് ചെയ്ത മാസോ അല്ലെങ്കിൽ അതിന്റെ എൻഡ് പോയിന്റ് പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ മൂവ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി കിട്ടും. So and whenever the potential energy is stored in a system, you can reuse it as kinetic energy. Okay, so this is the potential energy definition of the potential, basic definition of the potential energy. ഇനി ഒരു സിസ്റ്റത്തില് പൊട്ടൻഷ്യൽ എനർജിയും അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുമാണ് നമ്മളിപ്പോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രണ്ട് ഫോംസ് ഓഫ് എനർജി. ഈ രണ്ടിനെയും കൂടി നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദി സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അത് നിങ്ങൾ ഓർത്തിരിക്കണം. പലപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദ ടോട്ടൽ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് കാൾഡ് ഡാഷ് മെക്കാനിക്കൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇത് നോട്ടിലേക്ക് എഴുതണം കേട്ടോ. ഇനി അടുത്തത്, ഈ ആദ്യത്തെ സെന്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി, മറ്റേ ഞാൻ പറയാം എന്താ പറയുന്നതാണ്. when a particle is displaced against conservative force without changing its velocity, then the entire energy used to do the work becomes the potential energy of the particle. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് ഈ മൂന്നാമത്തെ സവിശേഷതയായിട്ട് പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണമെന്നില്ല. ഒരു പാർട്ടിക്കിളിനെ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ മൂവ് ചെയ്യിച്ചാൽ ആ മൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി ചെയ്ത വർക്ക്,
വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇല്ലാതെ മൂവ് ചെയ്യണം. വിത്തൗട്ട് എനി ആക്സിലറേഷൻ ഇഫ് യു മൂവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കല്ലിനെ മുകളിലേക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ, h ഹൈറ്റിലേക്ക് ഉയർത്തുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ആ കല്ലിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ആ പാർട്ടിക്കിളിൽ വർക്ക് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. എന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്, when a body is lifted to a height against gravitational force, the potential energy of the body is increased by an amount equal to the work done by the lifting force. ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണോ അത്രയും പൊട്ടൻഷ്യൽ എനർജിയിൽ ഇൻക്രീസ് ചെയ്യും. റിമെമ്പർ, യു ഹാവ് ടു ലിഫ്റ്റ് ദി ഒബ്ജക്ട് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിത്തൗട്ട് എനി ആക്സിലറേഷൻ. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആക്സിലറേഷൻ ഒന്നും ഇല്ലാതെ ഒരു നിശ്ചിത വെലോസിറ്റിയിൽ അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്ക് എന്താണ്? ആ ചെയ്ത വർക്ക് എന്തായിട്ട് മാറും? അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്, പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വർധനവായിട്ട് കാണാൻ പറ്റും. ആദ്യം ഗ്രൗണ്ട് ലെവലിലായപ്പോൾ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എത്രയാണോ പ്ലസ് this work done will be the final potential energy. ഓക്കെ, അപ്പൊ അതാണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കുക. ഒന്നാമത് നിങ്ങളുടെ മനസ്സിൽ തറവായിട്ട് വരേണ്ട ഒരു ആശയം, ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവണമെങ്കിൽ there should be some conservative force acting on that particle. That is very very important. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഇല്ല, ഒരു ഫോഴ്സ് ഫ്രീ റീജിയനിൽ യു കനോട്ട് ടോക്ക് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയാനേ പറ്റില്ല. If you have to discuss about potential energy, there should be some conservative force. അങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് മാത്രമേ എന്തിന് അവകാശമുള്ളൂ? പൊട്ടൻഷ്യൽ എനർജിക്ക് അവകാശമുള്ളൂ. ആ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇറ്റ് ഈസ് ദി എനർജി പൊസസ്ഡ് ബൈ ദി പാർട്ടിക്കിൾ ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ എനർജി എനിക്ക് കിട്ടുക? ആ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ആരെങ്കിലും വർക്ക് ചെയ്താൽ, ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസിങ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി, എന്റെ ഇനീഷ്യൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് ആക്സിലറേഷൻ ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ അതിനെ ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിസ്പ്ലേസ് ചെയ്താൽ, എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്താൽ? കൺസർവേറ്റീവ് ഫോഴ്സിനെ എതിർത്തുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പാർട്ടിക്കിളിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി കൊടുത്താൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എന്തായിട്ട് മാറും? ആ പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അങ്ങനെയാണ് പാർട്ടിക്കിളിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. വസ്തുക്കൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത് അങ്ങനെയാണ്. So to have a potential energy, the prime condition is that there should be a conservative force acting on the particle. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റിനേക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും അവയ്ക്ക് പൊട്ടൻഷ്യൽ എനർജി ലഭിക്കുന്നുണ്ട്. മറ്റൊരു സെൻസിൽ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പൊ ദീസ് ആർ ആൾ ദി കൺസെപ്റ്റ്സ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ എനർജി നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എപ്പോഴേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ഇഫ് ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ആർ കൺസർവേറ്റീവ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓൺലി എ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ഇഫ് ദി ഫോഴ്സസ് ആർ കൺസർവേറ്റീവ്. പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന, ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറയാം. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. യു ക്യാൻ റെപ്രസെന്റ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി യൂസിങ് എ mathematical function, and remember potential energy is just like any another energy which is a scalar. So the potential energy function is a scalar function, not a vector function, but the force is a vector, but the potential energy is a scalar. Remember, numerically the potential energy is equal to the negative of the work done by the conservative force in moving the particle. നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും പറയുന്ന എക്സാമ്പിൾ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സിന്റെ അണ്ടറിൽ ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുന്നത് സിറ്റുവേഷൻ കണ്ടാൽ നമ്മൾ അപ്പൊ തന്നെ മനസ്സിലേക്ക് ഇമാജിൻ ചെയ്യേണ്ടത് യു ആർ ലിഫ്റ്റിംഗ് സം ഒബ്ജക്ട് അഗെയിൻസ്റ്റ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ അത്തരം കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. മറ്റൊരു രീതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? വർക്ക് ഡൺ ബൈ ദി ലിഫ്റ്റിംഗ് ഫോഴ്സ് will be stored as the potential energy. ആ വർക്ക് ഡൺ ബൈ ദി ലിഫ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിംഗ് ഫോഴ്സ് മുകളിലേക്കാണ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദി ലിഫ്റ്റിംഗ് ഫോഴ്സ് പോസിറ്റീവ് ആണ്. അതേ വർക്കിന് അപ്പൊ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് ചോദിച്ചാലോ, ആ കേസിൽ സപ്പോസ് യു ആർ ലിഫ്റ്റിംഗ് എ സ്റ്റോൺ, നിങ്ങൾ മുകളിലേക്ക് ഒരു കല്ലിന് ഉയർത്തും.
അപ്പൊ നിങ്ങൾ ഉയർത്തുന്നു, അപ്പൊ നിങ്ങൾ കൊടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഈ കല്ല് മുകളിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫോഴ്സും ആ കല്ലിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് നിങ്ങൾ കൊടുത്തത് എങ്കിൽ കോൺസ്റ്റന്റ് ഫോഴ്സ് കൊടുത്തേ പറ്റൂ. എന്തിന് ഈക്വലന്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് നിങ്ങൾ കൊടുത്തു. ആ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ ആ കല്ല് മുകളിലേക്ക് പോകുന്നു. ആ കല്ല് മുകളിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഫോഴ്സ് എത്ര ഹൈറ്റിലേക്കാണോ അത് പോയത്, ദാറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻടു ദ ഫോഴ്സ് യു അപ്ലൈഡ് ഈസ് ദി വർക്ക് ഡൺ ബൈ യു. അപ്പൊ അത് എന്ത് തന്നെയായിരിക്കും, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണ് താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, തുല്യമായ ഫോഴ്സ് നിങ്ങൾ മുകളിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് mg ആണ്, ഡിസ്പ്ലേസ്മെന്റ് h ആണ് പാർട്ടിക്കിൾ ഉണ്ടായത്. സോ mgh വിൽ ബി ദി വർക്ക് ഡൺ ബൈ യു. ഇനി നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ആ ഭാഗത്ത് നിന്നും ചിന്തിച്ചു നോക്കൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ഈ കല്ല് മൂവ് ചെയ്തത് മുകളിലേക്കാണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആണ്. അപ്പൊ എഫ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എഫും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിള് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയ mg താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് കല്ലിനുണ്ടായ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. അപ്പൊ അത് തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ് വരിക. സോ എഫ് ഡോട്ട് ഡി എന്ന് പറയുന്ന വർക്ക് എഫ് ഇൻറ്റു എച്ച് ഇൻറ്റു കോസ് തീറ്റ കോസ് 180 -1 ആണ്. സോ -mgh ആയിരിക്കും എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആണെന്ന് പറയുന്ന കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ 180 ഡിഗ്രി ആകുമ്പോൾ വർക്ക് നെഗറ്റീവ് ആവും. അപ്പൊ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ വർക്ക് ചെയ്തത് ആരാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് എന്ന് വരുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ചെയ്ത വർക്ക് എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം ഇറ്റ് ഈസ് -mgh. അപ്പൊ അതിന്റെ നെഗറ്റീവ് എടുത്താലോ +mgh വരും. അതാണ് പറഞ്ഞത് ന്യൂമറിക്കലി ദി പൊട്ടൻഷ്യൽ എനർജി, ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ദി നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ മൂവിംഗ് ദി പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യുമ്പോൾ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു പാർട്ടിക്കിളിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണോ അതിന്റെ നെഗറ്റീവ് എടുത്താൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി, ദി ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ആ വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടായ ഇൻക്രീസ് എത്രയാണെന്ന് കിട്ടും. അപ്പൊ ദീസ് ആർ ആൾ ദി ബേസിക് ഐഡിയാസ് അബൌട്ട് പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് അഗൈൻ ക്ലോസ്ലി റിലേറ്റഡ് ടു കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പൊ ഇത് നിങ്ങൾ ഫിസിക്സിന്റെ ബേസിക് കൺസെപ്റ്റുകളാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായാലേ നിങ്ങൾക്ക് മനസ്സിലാക്കി ഫിസിക്സ് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എപ്പോഴും നിങ്ങൾ ഈ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതിലൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റോൺ ലിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് അതുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അത് വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ മനസ്സിലാക്കാം. ഒരൊറ്റ കാര്യം മാത്രമേ അതിൽ ഡയറക്റ്റ് മനസ്സിലാവും. ദാറ്റ് ഇസ് ദി പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ഓൺലി ഇഫ് ദി ഫോഴ്സ് ഇസ് ആക്ടിംഗ് ഓൺ സിസ്റ്റം. ദാറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ, അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഡിഫൈൻ നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ ഫോഴ്സസ് എന്തായിരിക്കണം, കൺസർവേറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ അത് അതിന്റെ ആ ഒരു സെൻസിൽ തന്നെ മനസ്സിലാക്കിയെടുക്കണം. സോ they are very important in the sense of physics. എക്സാമിനേഷനെ സംബന്ധിച്ച് ഇതിൽ നിന്ന് എന്തെങ്കിലും ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും വരിക. ഇത് പലപ്പോഴും മറ്റൊരു രീതിയിലാണ് ചോദിക്കാറുള്ളത്. ഇനി വരും കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നുള്ള രീതിയിൽ ഈ ലൈൻ ചോദിക്കാറുണ്ട്. when the force is acting on the particular conservative, the total mechanical energy of the system conserved എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇത് വേണം. കൺസർവേറ്റീവ് ഫോഴ്സുകൾ എന്താണ്, what are the properties of conservative forces, what is the connection between conservative force and potential energy. Okay, ഈ കാര്യങ്ങളാണ് ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ കണക്ഷൻ, ദ ലിങ്ക് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൺസർവേറ്റീവ് ഫോഴ്സ്. പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ഹാവ് എ ലൈഫ് ഓൺലി ഇഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് there. You can say about potential energy only if conservative force is there. അപ്പൊ അതാണ് അവ തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇതിൽ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ഇത് എനർജി പ്രോസസ് പൊട്ടൻഷ്യൽ എനർജി, അത്രേ ഉള്ളൂ ശരിക്കും. പിന്നെ നോമറിക്കലി ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യാൻ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്കിന്റെ നെഗറ്റീവ് ആണ് പൊട്ടൻഷ്യൽ എനർജി. ആ വർക്കിന്റെ നെഗറ്റീവ് ആണ് അവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും.
ഒരു പാർട്ടിക്കിളിന് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എയിൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് വെച്ചാൽ ബിയിലെത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാന്ന് ചോദിച്ചാൽ എയിലുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് the negative of the work done by the conservative forces acting on the particle in moving the particle from A to B. എയിൽ അതിനുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് എന്തും കൂടി കൂട്ടണം. എയിൽ നിന്ന് ബിയിലേക്ക് അതിനെ മൂവ് ചെയ്തപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണോ അതിന്റെ നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് ആ വാല്യൂവും കൂടി കൂട്ടിയതാണ് ബിയിലെത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോ എർത്തിന്റെ സർഫസിൽ ഒരു കല്ലിരിക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ സീറോ എന്ന് അസ്യൂം ചെയ്യാണ്, അവിടെ സീറോ ആയിട്ട് എടുക്കുന്നു. ഇനി അതിന് എച്ച് ഹൈറ്റിലേക്ക് ഉയർത്തുമ്പോൾ നമ്മളാണ് എച്ച് ഹൈറ്റിലേക്ക് ഉയർത്തിയത്. ആ ഉയർത്തുന്ന പ്രോസസ്സിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് മൈനസ് എം ജി എച്ച് ആണ്. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഇസ് മൈനസ് എം ജി എച്ച് ആണ്. അപ്പോൾ അവിടെ ഈ എച്ച് ഹൈറ്റിൽ ഈ കല്ലിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് വാസ് സീറോ ടേക്കൺ ആസ് സീറോ പ്ലസ് ദി വർക്ക് ഡൺ ബൈ ദി നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൈനസ് എം ജി എച്ച് ആണ്. അതിനെ നെഗറ്റീവ് എടുക്കുമ്പോൾ എം ജി എച്ച് എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് സീറോ പ്ലസ് എം ജി എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി എച്ച്. അത് നിങ്ങൾക്ക് ഇനി ചെയ്യാനുണ്ട്, അടുത്ത സ്ലൈഡിൽ അത് വരും. അത് ഈസി ആയിട്ട് മനസ്സിലാവും. That is the last statement. Numerically, it is equal to the negative of the work done by conservative force in moving the particle. Potential energy കണ്ടെത്താനുള്ള ഒരു ഈസി മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഡെഫിനിഷൻ എഴുതാം, മറ്റതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. They are very important concepts, not from the examination point of view. ഇനി വ്യത്യസ്ത ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജീസ് നമുക്കുണ്ട്. എങ്ങനെയാണ് വ്യത്യസ്ത ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി വരിക? വ്യത്യസ്തങ്ങളായ കൺസർവേറ്റീവ് ഫോഴ്സുകൾ ഉണ്ട് നമുക്ക്. ആ ഓരോ കൺസർവേറ്റീവ് ഫോഴ്സും അനുഭവപ്പെടുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന പൊട്ടൻഷ്യൽ എനർജികളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജീസ് എന്ന് പറയുന്നത്. ഒന്ന് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, അപ്പൊ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജീസ് ആർ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, energy possessed by the body due to gravitational force. Gravitational force എന്ന കൺസർവേറ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് അത്രയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന വസ്തുക്കൾക്ക് അറ്റൈൻ ചെയ്താവുന്ന ഉണ്ടാകാവുന്ന പൊട്ടൻഷ്യൽ എനർജി, അതിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. The energy due to spring force and other similar forces give rise to elastic potential energy. എന്തിനെങ്കിലും നമ്മൾ വലിച്ചു നീട്ടിയാൽ, ഒരു സ്പ്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു ചരടിനെ നമ്മൾ വളരെയധികം ബലം കൊടുത്ത് വലിച്ചു വെച്ചാൽ, ആ ഒരു അമ്പും വില്ലും ഒക്കെ ചെയ്യുമ്പോ നമ്മള് അതില് നമ്മൾ അമ്പ് തൊടുക്കുന്നതിന് വേണ്ടി വില്ല് വലിച്ച് നീട്ടൂലേ? അപ്പൊ അവിടെ ആ വലിച്ചു നീട്ടിയ അവസ്ഥയിൽ അവിടെ ഒരു ഇലാസ്റ്റിക് ഫോഴ്സ് ആണ്. ആ ഇലാസ്റ്റിക് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് പിന്നെ ഈ വില്ലിന് ഈ ആരോക്കുള്ള കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുമായി ബന്ധപ്പെട്ടതാണ്, അടുത്ത വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, സോ ഇത് വളരെ 3 കേസസ് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന 3 പറഞ്ഞു എന്നേ ഉള്ളൂ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. 3 കൺസർവേറ്റീവ് ഫോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, so ഇതാണ് various types of potential energies that we are going to deal with. ഇനി പറയുന്ന കാര്യം, ഈ ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ബന്ധമാണ്. കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ബന്ധം നമ്മൾ അതിന്റെ ലിറ്ററൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്. മാത്തമാറ്റിക്കലി ഹൗ ക്യാൻ യു റിലേറ്റ് the conservative force F and the potential energy function V. പൊട്ടൻഷ്യൽ എനർജിനെ നമുക്ക് V എന്ന് പറയാം, അല്ലെങ്കിൽ U എന്ന് ഉപയോഗിക്കാം, V എന്ന് ഉപയോഗിക്കാം. 2 ടേം ഉപയോഗിക്കാറുണ്ട് പൊട്ടൻഷ്യൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ, പൊട്ടൻഷ്യൽ എനർജിയെ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. and let that function is V of X. അല്ലെങ്കിൽ ഞാൻ 1 dimensional കേസ് സങ്കല്പിച്ചാണ് V of X എന്നിട്ടത്. V പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ, let it be represented by V. നിങ്ങൾക്ക് U ഉപയോഗിക്കാം. ജനറലി യുവും വിയും ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്.
ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്തുവാണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ്. Then the question is, what is the mathematical relationship between this force and the potential energy function? അതാണ് ഇനി പറയാൻ പോകുന്നത്. So the relation is nothing but f of x is equal to minus dv by dx. ഇത് വൺ ഡയമെൻഷണൽ കേസ് ആണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3-dimensional കേസിൽ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ്. ആൻഡ് എവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണന്റ് ആണ്. എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി വൈ. എഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ഇസെഡ്. എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി വൈ. എഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ഇസെഡ്. 3-dimensional പറയും എന്ന് പറഞ്ഞാൽ the component of the conservative force along x-axis is to get the component of conservative force along the x-axis, you have to differentiate the velocity function with respect to x and take and put a negative sign. X component conservative force ന്റെ x component കിട്ടണമെങ്കിൽ നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം with respect to x, then put a negative sign. You will get the magnitude of the x component of the conservative force. Y component ആണെങ്കിൽ അതേപോലെ മൈനസ് ഡി വി ബൈ ഡി വൈ, വൈക്ക് അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. ജനറലി ഇതിന് നമ്മൾ ഗ്രേഡിയന്റ് എന്നൊക്കെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് പറയുക. നിങ്ങൾ പഠിക്കാനില്ല, അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഗ്രേഡിയന്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് 3-dimensional വരുന്ന ഡിഫറൻഷിയേഷൻ ആണ്, അതിനാണ് ഗ്രേഡിയന്റ് എന്ന് പറയാം. ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിക്ക് ഇവിടെ എഫിനെ നമ്മൾ മൈനസ് ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതുമ്പോൾ എഫ് ഒരു വെക്ടർ ആണ്, വി ഒരു സ്കെയിലാർ ആണ്. സോ ഒരു സ്കെയിലാറിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു വെക്ടർ ഉണ്ടാക്കാൻ പറ്റുന്ന ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഓപ്പറേറ്റർ ആണ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. നിങ്ങൾക്ക് അതിപ്പോ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. എഫ് വെക്ടറും ഇത് സ്കെയിലാറും ആണല്ലോ, എങ്ങനെയാണ് ഈ സ്കെയിലാർ വെക്ടറിൽ നിന്നും വെക്ടർ കിട്ടുക? അങ്ങനെ കിട്ടും, അതിനുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതായാലും അതിലേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കുക. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കൺസർവേറ്റീവ് ഫോഴ്സ് അലോങ് ദി എക്സ് ഡയറക്ഷൻ ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് എ നെഗറ്റീവ് സൈൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ മാറ്റിയിട്ട് നമ്മൾ ഡെൽറ്റാസിന്റെ ടേമിൽ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ്. നിങ്ങൾ കുറെ മുന്നേ ഇത് പഠിച്ചു വരുന്നതാണല്ലോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, and then it is instantaneous velocity എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും dv by dt അല്ല dx by dt എന്ന പോലെ തന്നെ. So f of x is equal to, or the conservative force is equal to minus dv by dx. Okay, so this is the relation connecting conservative force and the potential function. ഒരിക്കൽ കൂടി പറയാണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിലേ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷനിൽ നിന്നും കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ ചോദിച്ചാൽ ഡിഫറൻഷിയേറ്റ് ആൻഡ് പുട്ട് എ നെഗറ്റീവ് സൈൻ. സോ ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ഇനി ഇതിനെ തന്നെ നമ്മൾക്ക് ഇതിപ്പോ ഡിഫറൻഷിയേഷന്റെ ടേമിലാണ് എഴുതിയത്. ഇനി നമുക്ക് ഇതിനെ തന്നെ ഇന്റഗ്രലിന്റെ ഫോമിലും എഴുതാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് കിട്ടും മൈനസ് ഡി വി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. മൈനസ് ഡി വി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതണം. എന്നിട്ട് രണ്ട് വശത്തും ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ്, നമ്മൾ ഒരു പാർട്ടിക്കിളിന് ഒരു എക്സ് ഐ എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും എക്സ് എഫ് എന്ന് പറയുന്ന ഒരു ഫൈനൽ പൊസിഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ഐ ടു എക്സ് എഫ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ വി ഐ ടു വി എഫ് ഡി വി. അപ്പൊ വി ഐയും വി എഫ് എന്താണ്? എക്സ് ഐയിലായിരിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് വി ഐ, എക്സ് എഫിലായിരിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് വി എഫ്. അല്ലെങ്കിൽ വി എഫ് ഈസ് ദി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി, വി ഐ ഈസ് ദി ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഈ ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്കറിയാം ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ അതേപോലെ ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ വി ആയിരിക്കും. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്താലിട്ട് യു വിൽ ഗെറ്റ് വി എഫ് മൈനസ് വി ഐ എന്ന് കിട്ടും. ഇന്റഗ്രേഷൻ ഞാൻ പഠിപ്പിച്ചാണല്ലോ. സോ മൈനസ്, ഈ മൈനസ് തന്നെയാണ് ഈ മൈനസ്, വി എഫ് മൈനസ് വി ഐ. അപ്പൊ ഇതിനെ നമുക്ക് മൈനസ് സൈൻ കളയുമ്പോൾ വി ഐ മൈനസ് വി എഫ് എന്ന് എഴുതാം. സോ ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി എഫ് എന്നുള്ളതാണ് ഇതിന്റെ ഇന്റഗ്രൽ ഫോം. ഇതിനെ ഇന്റഗ്രൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്തു. ഇത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, ഈ സാധനം ദിസ് ഈസ് ദി വർക്ക് ഡൺ, അതാണ് മനസ്സിലാക്കേണ്ടത്. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എക്സ് ഐ ടു എക്സ് എഫ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ദി വർക്ക് ഡൺ വിച്ച് ഈസ് ഈക്വൽ ടു വി ഐ മൈനസ് വി എഫ്. അപ്പൊ ഇനീഷ്യൽ പൊസിഷൻ ആയ ഐ എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ, അല്ലെങ്കിൽ എക്സ് ഐ എന്ന് പറയുന്ന ഇനീഷ്യൽ പോയിന്റിൽ നിന്നും എക്സ് എഫ് എന്ന് പറയുന്ന ഒരു ഫൈനൽ പൊസിഷനിലേക്ക് ഒരു പാർട്ടിക്കിളിനെ, കൺസർവേറ്റീവ് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു പാർട്ടിക്കിളിനെ നിങ്ങൾ മൂവ് ചെയ്യിച്ചാൽ
അവിടെ ചെയ്ത വർക്കാണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്കാണ് xi to xf f of x dx, which is equal to initial potential energy minus the final potential energy. ശ്രദ്ധിക്കുക, നിങ്ങൾ വർക്ക് കൈനറ്റിക് എനർജി തിയറം പഠിച്ചിരുന്നു. അവിടെ പറഞ്ഞ എന്താ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇവിടെ നോക്കൂ നിങ്ങൾ, ദ വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് initial potential energy minus final potential energy. This is not the change in potential energy. As such, it is not the change in potential. In potential energy, sign in the പ്രശ്നം ഉണ്ട് എന്നർത്ഥം. ഇത് തന്നെ നമുക്ക് ഇന്റഗ്രൽ xi to xf f of x dx എന്നുള്ളത് വർക്ക് എനർജി തിയറം പ്രകാരം, വർക്ക് കൈനറ്റിക് എനർജി തിയറം അനുസരിച്ച് ഇറ്റ് ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ബട്ട് from the definition, if the f of x is conservative, remember, work kinetic energy theorem is valid for all types of forces, whether it is conservative or non-conservative is immaterial. Work kinetic energy theorem is valid for all types of forces because work kinetic energy theorem is nothing but Newton's second law expressed in integral form. അതുകൊണ്ട് തന്നെ വർക്ക് കൈനറ്റിക് എനർജി തിയറത്തിന് നിങ്ങൾക്ക് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് കൺസർവേറ്റീവ് ആകണം എന്നുള്ള യാതൊരു നിബന്ധനയുമില്ല. ഇന്റഗ്രൽ xi to xf f of x dx വർക്ക് കൈനറ്റിക് എനർജി തിയറം പ്രകാരം നിങ്ങൾക്ക് പറയാം ഇറ്റ് ഈസ് ദി ഫൈനൽ kf മൈനസ് ki, അല്ലെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. നിങ്ങൾ അത് പഠിച്ചതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പറയണമെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ xi to xf f of x dx is equal to vi minus vf എന്ന് എഴുതണമെങ്കിൽ this f of x should be conservative force. This f of x should be a conservative force. Only if this f of x is conservative, this definition of that is integral xi to xf f of x dx is equal to vi minus vf എന്നുള്ള ഇക്വേഷൻ ബാധകമാകണമെങ്കിൽ ഇത് കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ വർക്ക് കൈനറ്റിക് എനർജി തിയറം അങ്ങനെയല്ല. ഓക്കെ, ഇത് ഇതിന്റെ ഇന്റഗ്രൽ ഫോം ആണ്. ഇത്രയും മനസ്സിലാക്കാം. നമ്മൾക്ക് ഈ രണ്ട് രീതിയിലും ഈ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യാം. രണ്ട് മെത്തേഡ് ആണല്ലോ. ഒന്ന് ഡിഫറൻഷ്യൽ മെത്തേഡ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി ഓഫ് എക്സ്. ഓർ ഇന്റഗ്രൽ മെത്തേഡിൽ പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ xi to xf f of x dx is equal to നെഗറ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ മൈനസ് ഓഫ് വി എഫ് മൈനസ് വി ഐ. ഇത് രണ്ടുമാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. This one is the integral equation, this one is the differential equation. This equation gives the relation between the conservative force and the potential. So the conservative force, basic ideas of conservative forces are all given. എന്തൊക്കെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, എന്താണെന്ന് പറഞ്ഞു, അതിന്റെ സവിശേഷതകൾ പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി കൺസർവേറ്റീവ് ഫോഴ്സുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേം ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എപ്പോഴെങ്കിലും വർക്ക് ചെയ്യപ്പെട്ടാൽ ആ പ്രോസസ്സിൽ ആ ചെയ്ത വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക. ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് കണ്ടെത്തിയിട്ട് അതിന്റെ നെഗറ്റീവ് എടുത്താൽ മതി. ഇത്രയും ആശയങ്ങൾ നിങ്ങൾ പഠിച്ചു. അതിന്റെ കൂടെ ദെൻ വാട്ട് ഈസ് ദി മാത്തമാറ്റിക്കൽ റിലേഷൻ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ പറഞ്ഞ് ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് തന്നാൽ എങ്ങനെയാണ് നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ കണ്ടെത്തുക? അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ആ ഫോഴ്സിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കുക? അതിനൊരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് വേണമല്ലോ. And what is that relationship? And that relationship is given by f of x is equal to minus dv by dx, where f of x is the conservative force. Or in integral form, the same thing can be expressed in integral form. If you integrate the conservative force from xi to xf, what you will get is the work done. Then integral xi to xf f of x dx is equal to minus of vf minus vi, അല്ലെങ്കിൽ it is equal to vi minus vf. ഇതാണ് മൊത്തത്തില് കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും കൂടിയുള്ള എല്ലാ ബന്ധങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐഡിയ. ഇതിൽ പലതും ചില ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാലും ബേസിക് ആയിട്ട് ആ ഒരു അതിന്റെ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ബേസിക് ഡെഫിനേഷൻ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഓർത്തിരിക്കുക. വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ആശയവും ഓർത്തിരിക്കുക, അതിന്റെ ഡെഫിനേഷൻ. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് ഇതിൽ ഒരുപാട് ഡൗട്ട്സ് വരാനുണ്ട്. ഡൗട്ട്സ് വരും, സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ ക്ലിയർ പറഞ്ഞുതരാം. ഇല്ല എങ്കിൽ ലെറ്റ് മീ സ്വിച്ച് ഓവർ ടു നെക്സ്റ്റ് സെക്ഷൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓൺലൈനിൽ ഉള്ള ആളുകളൊക്കെ ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഇതൊരു വളരെ ചെറിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട്, നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങളൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നിടത്തൊക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ടും ഒബ്ജക്ട് മൂവ് ചെയ്യുക ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നിടത്തൊക്കെ ഒരു സ്റ്റോൺ ലിഫ്റ്റ് ചെയ്യുന്ന കേസും എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുക. Then the things will become clear. ഈ ഇന്റഗ്രേഷന്റെ പാർട്ടൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. പക്ഷെ അത് ഇനിയുള്ള ഇതിലൊക്കെ ആവശ്യം വരുന്നതാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോ ഇത് ഇതേപോലെ ചോദിച്ചെന്ന് വരില്ല. ഓക്കെ, അതേപോലെ ആർക്കും ഉണ്ടാട്ടില്ല. അതുകൊണ്ട് ലെറ്റ് മീ സ്വിച്ച് ഓവർ ടു നെക്സ്റ്റ് ടോപ്പിക്. ഇവിടെ ഈ ഒരു ഇത് പറയാൻ വിട്ടുപോയി. ഇത് പറഞ്ഞതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജീസ് നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇത് നിങ്ങൾ എന്ത് തന്നെയാലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജീസ് നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. അത് ഇതിൽ നിന്ന് വരുന്നതാണ്. ദിസ് ഈസ് ദി വർക്ക് ഡൺ, ദിസ് ഈസ് ദി നെഗറ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇതിനെ നെഗറ്റീവ് ഇങ്ങോട്ട് എടുത്താൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വി എഫ് മൈനസ് വി ഐ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവ് ആണ്. ഈ എൽ എച്ച് എസ് എഴുതിയതിന്റെ നെഗറ്റീവ് ആണ് വി എഫ് മൈനസ് വി ഐ. വി എഫ് മൈനസ് വി ഐ ഇസ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോ ദിസ് കൺസെപ്റ്റ് ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ, കാണാതെ പഠിക്കാൻ പ്രയാസമൊന്നുമില്ല. എന്താണ് ആ സെന്റൻസ്? ഓൾവേസ് ഇൻ ദി കേസ് ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ് the change in potential energy of a particle is always equal to the work done by the conservative force. Negative of the work done by the conservative force. Change in potential energy of a particle is always equal to negative of the work done by the conservative force. Again, ഇത് ചെക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞ അതേ കേസ് മതി. നിങ്ങളൊരു സ്റ്റോൺ ലിഫ്റ്റ് ചെയ്യുന്ന കേസ് ഉപയോഗിക്കുക. സ്റ്റോൺ ഗ്രൗണ്ടിലായിരിക്കും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0. സ്റ്റോൺ എച്ച് ഹൈറ്റിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh ആണ്. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി mgh, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് mgh minus 0. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി is mgh. Now what is the work done by the gravitational force? Work done by the gravitational force in that process is minus mgh. അപ്പൊ നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ again it is mgh. So negative of work done is always equal to the change in potential energy. Negative of the work done by a conservative force is equal to change in the potential energy. So that is a very very important concept. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ട്രൂ ഓർ ഫാൾസിലൊക്കെ വരാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ ചൂസ് വെദർ ദി സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ഓർ ഫാൾസ് എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ട്. അതിൽ ഇടാൻ സാധ്യതയുള്ള, അതിലൊക്കെ കണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ വന്നാൽ ഇത് കറക്റ്റ് ആണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വന്നാൽ അത് തെറ്റുമാണ്. മനസ്സിലായല്ലോ? ഇസ് ദി നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയുമാണ്. അപ്പൊ അങ്ങനെ ട്രൂ ഓർ ഫാൾസിലൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ മാത്രമല്ല വളരെ ആവശ്യമുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഒരു ബേസിക് ആശയമാണ്. നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അത് നമ്മൾ ഇതുവരെ പറഞ്ഞതാണ്, ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നിയർ ദി സർഫസ് ഓഫ് എർത്ത്. അതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. എന്താണ് അതിന്റെ ഇക്വേഷൻ? mgh ആണ്. ആ mgh ആവുന്നത് എങ്ങനെയെന്നാണ് നേരത്തെ പറഞ്ഞതാണ്, അതൊന്ന് ചെയ്ത് കാണിക്കുന്നു. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് സം ഹൈറ്റ് h ഈസ് ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ടേക്ക് ദി ഒബ്ജക്ട് ഫ്രം ഗ്രൗണ്ട് ടു ദാറ്റ് ഹൈറ്റ് h അറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഇതാണ് പൊട്ടൻഷ്യലിനെ പലപ്പോഴും പുസ്തകങ്ങളിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു രീതി. ഇതല്ലാതെ ഇറ്റ് ഈസ് ദി നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് ദി ഒബ്ജക്ട് ഫ്രം ഗ്രൗണ്ട് ടു h ഹൈറ്റ്, ഗിവൺ ഹൈറ്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. എപ്പോഴും അധികം കൂടുതലും ഈ രീതിയിലാണ് പൊട്ടൻഷ്യൽ എനർജിയെ ഡിഫൈൻ ചെയ്ത് കാണുന്നത്. ബോത്ത് ആർ ഈക്വൽ. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വി എന്നാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ചില ബുക്കുകളിൽ യു എന്ന് ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ ഉപയോഗിക്കാം. വിഒ യുഒ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എഴുതണം, ഹെഡിങ് ആയിട്ട് എഴുതണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നിയർ ദി സർഫസ് ഓഫ് എർത്ത്. അപ്പൊ ഈ നിയർ ദി സർഫസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് അസ്യൂം ചെയ്തു.
അപ്പൊ അതിന്റെ ഫലമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യും നിയർ ദി സർഫസ് ഓഫ് എർത്ത്. ഹൈറ്റിൽ കാര്യമായ വ്യത്യാസമില്ല, ഒരു 10-50 കിലോമീറ്റർ 50 മീറ്ററിന്റെ നമ്മൾക്ക് ഗ്രാവിറ്റേഷൻ 100 മീറ്ററിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലുള്ള വേരിയേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യും 9.8 ഒക്കെ ആയിട്ട് അസ്യൂം ചെയ്യാവുന്ന ഹൈറ്റ്. അതാണ് നിയർ ദി സർഫസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ നിയർ ദി സർഫസ് ഓഫ് എർത്തിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. സോ ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അതിനെ വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അറ്റ് സം ഹൈറ്റ് എച്ച്, ഗ്രൗണ്ട് സർഫസിൽ നിന്ന് കുറച്ച് എച്ച് ഉയരത്തിൽ ഒരു ഒബ്ജക്ട് ഇരിക്കുമ്പോൾ അതിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അതെങ്ങനെയാ കാണുക? വിച്ച് ഈസ് ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ടേക്ക് ദി ഒബ്ജക്ട് ഫ്രം ഗ്രൗണ്ട്. ആ ഒബ്ജക്റ്റിനെ ഗ്രൗണ്ടിൽ നിന്ന് എച്ച് ഹൈറ്റിലേക്ക് ആക്സിലറേഷൻ ഇല്ലാതെ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ്. ആക്സിലറേഷൻ ഇല്ലാതെ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ്. ഓക്കെ, അതാണ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നിട്ട് അതിന്റെ അർത്ഥം വിത്തൗട്ട് എനി ആക്സിലറേഷൻ എന്ന് പറയാം. So the gravitational potential energy V at some height h is equal to the amount of work required to take the object from ground to that height at constant velocity. അത് എഴുതുക. This is the basic definition. അല്ലെങ്കിൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ gravitational potential energy V at some height h is equal to the work done by the gravitational force in lifting an object from ground to that height. Work done by the gravitational force in lifting negative of the work done by the gravitational force in lifting that object from ground to height h. ഏതും എഴുതാം, അപ്പൊ ഇതന്നെ എഴുതിക്കോളും. അപ്പൊ ഇതാണ് ഒരു ബേസിക് ഡെഫിനിഷൻ. സോ ഇതൊരു ജസ്റ്റ് അതിന്റെ ഒരു പിക്ചറാണ്. ഇതാണ് ഗ്രൗണ്ട് ലെവൽ, ഇവിടെ നിന്ന് മുകളിലേക്ക് ഉയർത്താണ്. അപ്പോ നമ്മൾ ഇതിൽ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? എം ജി ആയിരിക്കും. എം ജി ആണല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ എം ജി ആണ് അതിന്റെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ വളരെ സൂക്ഷിച്ച് വിത്തൗട്ട് എനി ആക്സലറേഷൻ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എതിരിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എം ജി തന്നെയാണ്. അപ്പൊ അപ്ലൈഡ് ഫോഴ്സ് ആണ് ഈ ആരോ റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി. അങ്ങനെ നമ്മൾ അതിനെ വളരെ സൂക്ഷിച്ച് മുകളിലേക്ക് ഉയർത്തുക. എച്ച് ഹൈറ്റ് ഉയർത്തുക. എച്ച് ഈസ് ദി ഹൈറ്റ് ടു വിച്ച് വി ലിഫ്റ്റഡ് ദാറ്റ് ഒബ്ജക്ട്. ഈ പിക്ചർ അതെല്ലാം പറയുന്നുണ്ട്. ഈ പിക്ചർ വരച്ചാൽ മതി. ഈ കയ്യിന്റെ ചിത്രം കാണുന്നില്ല. ഈ ഒരു ബോൾ വരച്ചു വെക്കുക. എച്ച് ഹൈറ്റ് കാണിക്കുക, ഗ്രൗണ്ട് ലെവൽ കാണിക്കുക, താഴേക്ക് എഫ് ജി എന്നുള്ള ഫോഴ്സ്, മുകളിലേക്ക് എഫ് എന്നുള്ള ഫോഴ്സ്. ഈ കയ്യിന്റെ ഭാഗം ഒന്നും വേണ്ട, കൈയൊക്കെ വരച്ച് നേരം കളയണ്ട. ഓക്കെ, ഇനി നോക്ക്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി എന്ന് പറഞ്ഞാൽ മൈനസ് എം ജി, ദാറ്റ് ഈസ് ഡൗൺവേർഡ്. അതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എടുത്താൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് മൈനസ് എം ജി, ദാറ്റ് മീൻസ് ഡൗൺവേർഡ്. അപ്ലൈഡ് ഫോഴ്സ് എഫ് ഐ എം ജി, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അപ്വേർഡ്. രണ്ട് ഫോഴ്സ് ഉണ്ട്. നമ്മൾക്കിപ്പോ വർക്ക് കാണാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ഈ മൈനസ് എം ജി എന്ന് പറയുന്ന ഈ ഫോഴ്സ് ചെയ്ത വർക്ക് കണ്ടിട്ട് അതിന്റെ നെഗറ്റീവ് എടുക്കാം. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് കണ്ടിട്ട് അതിന്റെ നെഗറ്റീവ് എടുത്താൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അല്ലെങ്കിൽ ഈ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് നേരെ കണ്ടാലും മതി. ഏത് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡി എന്ന് പറയുന്നത് പ്ലസ് എച്ച് ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്, പോസിറ്റീവ് ഡയറക്ഷൻ ആണ് മുകളിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് എച്ച് ആണ്, വിച്ച് ഈസ് അപ്വേർഡ്. സോ വി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വി ഈക്വൽ ടു എഫ് എ ഡോട്ട് ഡി. എഫ് എ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്, ഡിസ്പ്ലേസ്മെന്റ് ഡി എന്ന് പറയുന്നതും ഈ ഡയറക്ഷനിലാണ്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ എഫ് എ എന്ന് പറയുന്നത് എം ജി ആണ്. അവിടെ എഴുതി എഫ് എ ഈക്വൽ ടു പ്ലസ് എം ജി ഇൻറ്റു എച്ച് ആണ് ഡി ഇൻറ്റു കോസ് സീറോ. രണ്ടും ഒരേ ഡയറക്ഷൻ. എഫ് എ എന്ന് പറയുന്നതും എച്ച് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. അപ്പൊ എഫ് എയും അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ എഫ് എ ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ എം ജി എച്ച് കോസ് സീറോ എന്ന് വരും. ദാറ്റ് ഈസ് എം ജി എച്ച്. ഓക്കെ, അപ്പൊ എം ജി എച്ച് എന്ന് കിട്ടും. സോ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് എം ജി എച്ച്. സോ വി ഈക്വൽ ടു എം ജി എച്ച്. നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് വി ഈക്വൽ. പക്ഷെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഇത് പഠിക്കണം. വളരെ സിമ്പിളാണ്. ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ബോഡി അറ്റ് ദി സർഫസ് ഈസ് ടേക്കൺ ആസ് സീറോ. നമ്മൾ അങ്ങനെ ഒരു അസംഷൻ ഇവിടെ എടുക്കുന്നുണ്ട്, അത് പ്രത്യേകം ഓർക്കണം. ഈ പോയിന്റിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി സീറോ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അതിലേക്ക് എം ജി എച്ച് കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇവിടെ എത്തുമ്പോൾ എച്ച് ഹൈറ്റ് എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി സീറോ എന്ന് എടുത്താൽ പിന്നെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണ്. സോ ആക്ച്വലി നമ്മൾ ഒരു എച്ച് ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണ് എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് എച്ച് ഹൈറ്റിൽ എത്തുമ്പോൾ ഗ്രൗണ്ട് സർഫസിൽ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ എം ജി എച്ച് കൂടുതലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ
ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ യഥാർത്ഥ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. അപ്പോൾ അത് ക്ലിയർ ആവും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഗ്രൗണ്ട് സർഫസിൽ, എർത്തിന്റെ ഗ്രൗണ്ട് സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് അസ്യൂം ചെയ്താൽ h ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh ആണ്. ഇനി ഇത് ഇത്രയും എഴുതിയാൽ മതി. നോട്ടിലേക്ക് ഇത്ര എഴുതുക. ഹിയർ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ബോഡി അറ്റ് ദി സർഫസ് ഓഫ് എർത്ത് ഈസ് ടേക്കൺ ആസ് 0. അതുകൊണ്ടാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mgh എന്ന് കിട്ടിയത്. വളരെ സിമ്പിൾ ആണ്. ഇനി ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് F is equal to mg എന്നെടുത്തു, മൈനസ് mg എന്നെടുത്തു. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് ഡൗൺവേർഡ്, താഴേക്കാണ് എന്നാണ്. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് mgയും ഡയറക്ഷൻ ഡൗൺവേർഡുമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. ഇനി നിങ്ങൾ ഈ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് എടുക്കുമ്പോൾ മൈനസ് mg എന്ന് എടുത്ത് പിന്നെയും ഡയറക്ഷൻ ഡൗൺവേർഡ് എന്ന് കാണിക്കരുത്. mg ഡൗൺവേർഡ് എന്നാണ് മൈനസ് mg എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. mg ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. ഇപ്പൊ ഈ കേസ് തന്നെ നിങ്ങൾ നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ട് കാണാണ്. രണ്ട് രീതിയിൽ പൊട്ടൻഷ്യൽ എനർജി കാണാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെന്താണ്? ഈ എക്സ്റ്റേണൽ ഏജൻസി ചെയ്ത വർക്ക് കാണാം ഇൻ ലിഫ്റ്റിംഗ് ദി ഒബ്ജക്ട് ടു എ ഹൈറ്റ് h വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അതാണ് ഇപ്പൊ ഞാനിവിടെ കണ്ടത്. FA അപ്ലൈഡ് ഫോഴ്സ്, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇതിന്റെ മുകളിലേക്ക് പൊക്കണമെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് mgക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് ഇതിനുള്ള നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ, അപ്പോഴാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുള്ളൂ. അപ്പൊ അപ്ലൈഡ് ഫോഴ്സ് FA ഷുഡ് ബി ഈക്വൽ ടു FG. ദാറ്റ് ഈസ് FA is equal to mg. Magnitude of the applied force is mg and direction is vertically upward. Displacement is also vertically upward. അപ്പൊ FA ഡോട്ട് D എന്ന് പറഞ്ഞാൽ mg ഇൻറ്റു D ഇൻറ്റു കോസ് 0 എന്നാ വരിക. FAയും അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ. ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്ത വർക്ക് ഒന്ന് കണ്ടു നോക്കാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്? mg ഡൗൺവേർഡ് ആണ്. പിന്നെ നിങ്ങൾ മൈനസ് mg എന്നവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. മൈനസ് mg മീൻസ് mg ഡൗൺവേർഡ്. അപ്പൊ mg ആണ് fg, ബട്ട് ഇറ്റ് ഈസ് ഡൗൺവേർഡ്. സോ mg ഡൗൺവേർഡ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റോ h, d ഈക്വൽ ടു h പ്ലസ് h ആണ്. അപ്പൊ മുകളിലേക്കാണ് h ആണ്. അപ്പൊ mg എന്ന് പറയുന്നത് താഴേക്കും h എന്ന് പറയുന്നത് മുകളിലേക്കുമാണ്. അപ്പൊ mg ഡോട്ട് h എന്ന് പറയുന്നത് mg ഇൻറ്റു h ഇൻറ്റു കോസ് 180 എന്നാണ് അവിടെ വരുന്നത്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് h മുകളിലേക്കാണ്. സോ mg ഡോട്ട് h എന്ന് പറഞ്ഞാൽ അവിടെ ആംഗിൾ mgയും h തമ്മിലുള്ള ആംഗിൾ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. mg എന്ന് പറയുന്നത് fgന്റെ അതേ ഡയറക്ഷനിൽ താഴേക്കാണ്, h എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, വിച്ച് ഈസ് മുകൾ ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോ mgയും h തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. സോ mg ഇൻറ്റു h ഇൻറ്റു കോസ് 180, ദാറ്റ് ഈസ് മൈനസ് mgh. കോസ് 180 മൈനസ് 1 ആണ്. സോ മൈനസ് mgh ആയിരിക്കും വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്ലസ് mgh ആയി കിട്ടും. അതാണ് ബോത്ത് ഡെഫിനിഷൻസ് ആർ കറക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിനെ അല്ലെങ്കിൽ ഏത് പൊട്ടൻഷ്യൽ എനർജിനെയും ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. ഇവിടെ ഇപ്പം ഈ ഡെഫിനേഷനിലാണ് ഈ ചെയ്തത്. നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ള ആശയം ഉപയോഗിച്ചും ഇതേ ഇക്വേഷനിൽ എത്തിച്ചേരാവുന്നതാണ്. ഓക്കെ, നോക്കി മനസ്സിലാക്കണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഞാൻ ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് ഇത് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. നമുക്കിപ്പോ ഒരു പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ കിട്ടിയല്ലോ. എച്ച് ആണ് ഇവിടെ വേരിയബിൾ. എച്ച് മാറുന്നതിനനുസരിച്ചാണ് പൊട്ടൻഷ്യൽ എനർജി മാറുന്നത്. എച്ചിന് പകരം നിങ്ങൾക്ക് y എന്നോ z എന്നോ ഒക്കെ എടുക്കട്ടോ. മുകളിലേക്കുള്ള ഡയറക്ഷൻ y സൂചിപ്പിക്കുകയാണെങ്കിൽ mgy എന്നൊക്കെ എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. സോ v ഈക്വൽ ടു mgh. നൗ ഹിയർ ദി വേരിയബിൾ ഈസ് h. g കോൺസ്റ്റന്റ് ആണ്, m കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എച്ചിനനുസരിച്ച് ഇങ്ങനെ മാറുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കണ്ടെത്താൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഫോഴ്സ് അറിയാം, പൊട്ടൻഷ്യൽ എനർജി കിട്ടുകയും ചെയ്തു. അപ്പൊ ഈ റിലേഷൻ ശരിയാണോ എന്ന് ഇത് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് തന്നെ കിട്ടുന്നുണ്ടോ? സോ ദ റിലേഷൻ ഈസ് എഫ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. അപ്പൊ ഈ v എന്ന് പറയുന്നത് ഈക്വൽ ടു mgh എന്നുള്ള ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൈനസ് സൈൻ കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും എന്നാ പറഞ്ഞു. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ എക്സ് അല്ല, എച്ചിലാണ് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. എച്ച് ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എച്ച് ഓഫ് വി ഓഫ് എച്ച്. എക്സിന് പകരം എച്ച് എന്നുള്ള ലെറ്ററിലാണ് ഉള്ളത്. എച്ച് ആണ് ഇവിടുത്തെ വേരിയബിൾ. എച്ച് ആണ് മാറുന്നത്. ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പോകുമ്പോൾ അവിടെ ഞാൻ എച്ച് മാറുന്നതായിട്ടാണ് എടുത്തത്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? ഡി ബൈ ഡി എച്ച് ഓഫ് എം ജി എച്ച് എന്ന് വരും. അപ്പൊ എം ജി കോൺസ്റ്റന്റ് ആണ്,
എമ്മും ജിയും കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. മൈനസ് എം ജി ഇൻറ്റു ഡി ബൈ ഡി എച്ച് ഓഫ് എച്ച്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ്? 1 ആണ്. നമുക്ക് ഫോർമുല ഉണ്ടല്ലോ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ് നമുക്കറിയാം. ഇങ്ങനെയാണ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ നമുക്കറിയാം എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ്, അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡി ബൈ ഡി എച്ച് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ 1. സോ മൈനസ് എം ജി ഇൻറ്റു 1. സോ മൈനസ് എം ജി. നോക്കൂ നിങ്ങൾ, മൈനസ് എം ജി എന്ന് കിട്ടി. എന്താ? മൈനസ് എം ജി ആണ് ഫോഴ്സ്. സോ എഫ് ഓഫ് എച്ച് ഇസ് മൈനസ് എം ജി. സോ അറ്റ് എനി പോയിന്റ് എച്ച്, എനി ഹൈറ്റ് എച്ച്, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് മൈനസ് എം ജി. എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എം ജി ആൻഡ് ഇറ്റ് ആക്ട്സ് ഡൗൺവേർഡ്, വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ ഇവിടെ കിട്ടി, കണ്ടോ? അപ്പൊ ഈ റിലേഷൻ അങ്ങനെ വെരിഫൈ ചെയ്യപ്പെട്ടു. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദിസ് റിലേഷൻ ഈസ് കറക്റ്റ് അറ്റ്ലീസ്റ്റ് ഇൻ ദിസ് കേസ്. ഇതിന്റെ എക്സാക്ട് പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നില്ല. ഇപ്പൊ ഈ കേസിൽ ഇത് കറക്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ എം ജി എച്ച് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് എം ജി ആയി. So this verifies the relation f of x is equal to minus dv by dx. അപ്പൊ ഇതുവരെ എഴുതിയാൽ മതി. സർഫസ് ഇസ് ടേക്കൺ ആസ് 0 എന്ന് വരെ നിങ്ങൾ നോട്ടിൽ ഉണ്ടായിരുന്നു. ഇത് വേണമെന്നില്ല. നിങ്ങൾക്ക് നമുക്കൊരു ഫിസിക്സ് ഈസ് ഓൾവേസ് കറക്റ്റ് ആ രീതിയിൽ ഇത് ഒന്ന് വെരിഫൈ ചെയ്യാൻ. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫിസിക്സ് കറക്റ്റ് ആണ് എന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ച് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഇക്വേഷൻ ഒന്ന് വെരിഫൈ ചെയ്യും, അത്രമാത്രം. ഓക്കെ. ഓക്കെ, ഞാൻ വളരെ കുറച്ചൊന്ന് എടുക്കുന്നുള്ളൂ. ഈ എടുത്ത കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് തറവായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ്. നിങ്ങൾക്ക് അത് ഈ ഒരുപാട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുന്ന പല കാര്യങ്ങളിലും ഈ ആശയം ഇല്ലാതെ പോയാൽ അടുത്ത വർഷം വരെ നിങ്ങൾക്ക് ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസെപ്റ്റ് ഒരുപാട് പ്രാവശ്യം പഠിക്കാനുണ്ട്. അടുത്ത വർഷം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അതിന്റെ ഫീൽഡും ഒക്കെ അതിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെയൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കുറെ കൂടി ഡെപ്തിൽ പഠിക്കാനുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ പൊട്ടൻഷ്യൽ എനർജിയും കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള ബന്ധവും ആ ഇക്വേഷൻസും ഈ എഫ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സും ഇതിന്റെ ആശയവും ഇതെല്ലാം തറവായിട്ട് കൺസെപ്റ്റ് നിങ്ങൾക്കില്ല എങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഇത് നല്ലോണം വായിച്ച് നോക്കിയിട്ട് ഈ ആശയങ്ങൾ, കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് കയറി വന്നത്, യഥാർത്ഥത്തിൽ അത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ച് തറവായിട്ട് എടുക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോകാം. വളരെ കുറച്ചൊന്നും എടുത്തിട്ടുള്ളൂ, കൂടുതലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തത്. അത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫാൾ ചെയ്യുമ്പോൾ അവിടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പാലിക്കപ്പെടുന്നുണ്ട് നോക്കണം. അതിനു മുൻപ് ജനറൽ ആയിട്ട് മെക്കാനിക്കൽ എനർജിന്റെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ഫോർ ദി ടൈം ബീങ് ലെറ്റ് us wind up. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ടീച്ചറിന്റെ ക്ലാസ്സും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല, 1 മണിക്കൂറിലധികമായി. സോ ലെറ്റ് us stop here. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പൊതുവെ നിങ്ങളിപ്പോൾ തീരെ ചോദിക്കാറില്ല. തരുന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയുന്നില്ല. പരീക്ഷ നടത്തുമ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഇവാലുവേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.